വൈകുന്നേരം ചായക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പഴം എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കുറച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി തേങ്ങയും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും പഴവും ഏലക്കാപ്പൊടിയെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കളറൊന്നും മാറി വരണ്ട. പഴം ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരവും കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പഞ്ചസാര നന്നായിട്ട് ഉരുക്കി പഴത്തിൽ നന്നായിട്ട് മിക്സായി വരണം. പഞ്ചസാര പഴത്തിൽ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് പഴം കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. ഇതുവരെ നമ്മൾ ചെറിയൊരു തീയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്കൊരു മാവ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പത്തിരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് നിങ്ങളടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. ഞാനിതിപ്പം പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പത്തിരിപ്പൊടി ആയതുകൊണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നമ്മൾ സാധാരണ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തിയെടുക്കാം. ഇത് കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വീണ്ടും കയ്യിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും കുറച്ച് തേങ്ങയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. തേങ്ങയും മാവും നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറുതായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് മുഴുവൻ മാവ് കൊണ്ടും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അരിപ്പയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇപ്പം ഇതിൻ്റെ ചൂടെല്ലാം പോയി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. തേങ്ങയും പഴവും എല്ലാം കൂടി മിക്സ് ആകുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം.